പലസ്തീൻ കഴിഞ്ഞ ഒക്ടോബർ 7 വരെ ലോകം മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. GCC രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പല അറബ് രാഷ്ട്രങ്ങളും ഇസ്രയേലുമായിട്ട് നല്ല ധാരണയിൽ പോവാൻ തുടങ്ങിയിരുന്ന ഒരു സമയം. അതിനുശേഷമാണ് ഒക്ടോബർ 7 ശേഷം ആണ് വീണ്ടും പലസ്തീൻ എന്നൊരു കോസിന് വേണ്ടി ലോകം ശബ്ദിക്കാൻ തുടങ്ങിയത്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പല രാഷ്ട്രങ്ങളും പല മൂവ്മെൻറ്റുകളും പലസ്തീന് വേണ്ടി ശബ്ദിച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ശബ്ദം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രങ്ങൾ പലസ്തീൻ്റെ കാര്യം മറന്നുകൊണ്ടിരിക്കുന്നു. ഇൻ്റർനാഷണൽ മീഡിയാസ് പലസ്തീൻ്റെ കാര്യം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പലസ്തീനിൽ കൊല്ലപ്പെടുന്നവർ, പലസ്തീനികൾ നിരന്തരം അനുഭവിക്കുന്ന പീഡനങ്ങൾ എല്ലാം പത്രത്തിൻ്റെ ഏതോ ചെറിയ പേജുകളിൽ, ചെറിയ കോളങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഈ ഒരു അവസ്ഥയിൽ ലോകത്തിൻ്റെ പല രാഷ്ട്രങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ പലസ്തീന് സപ്പോർട്ടാകുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് പ്രത്യാശാപൂർവ്വം നോക്കിക്കാണേണ്ടതുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇസ്രയേലിൻ്റെ ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ടുള്ള അമേരിക്കയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ മാറ്റങ്ങളാണ്. നിലവിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബൈഡൻ വലിയ പ്രോ ഇസ്രയേൽ നിലപാടെടുത്ത ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പലസ്തീനൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ തിരഞ്ഞെടുപ്പിൽ ബൈഡൻ വേഴ്സസ് ട്രംപ് ആകുമെന്നൊരവസ്ഥ വന്നപ്പോൾ അമേരിക്കയിലെ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ പ്രോ പലസ്തീനിയൻ സംഘടനകൾ, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ബൈഡനെ സപ്പോർട്ട് ചെയ്യണോ ട്രംപിനെ സപ്പോർട്ട് ചെയ്യണോ? രണ്ടും ഇസ്രായേൽ അനുകൂലരായിട്ടുള്ളവർ. അതിനിടയിൽ കമലാ ഹാരിസ് മത്സര രംഗത്തേക്ക് വന്നത് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും നൽകുന്നുണ്ട്. കമലാ ഹാരിസ് ഇസ്രായേലിൻ്റെ സെൽഫ് ഡിഫെൻസ് എന്ന പേരിൽ നടത്തുന്ന നരഹത്യയെ പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പലസ്തീനിയൻ സ്റ്റേറ്റ് ഹുഡിനു വേണ്ടിയും അവർ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരികയാണെങ്കിൽ US-ൻ്റെ പോളിസിയിൽ വല്ല മാറ്റവും ഉണ്ടാവുമോ എന്ന് നമ്മൾ കണ്ടറിയണം. US പലപ്പോഴും ഒരു പ്രസിഡൻറ്റിൻ്റെ നിലപാട് മാത്രം കൊണ്ട് ഫോറിൻ പോളിസി തീരുമാനിക്കപ്പെടുന്ന രാഷ്ട്രമല്ല. ഒബാമ ഒരു പലസ്തീനിയൻ അനുകൂല അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് നിലപാട് സ്വീകരിച്ച സമയത്ത് പോലും ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധം US തുടർന്നിരുന്നു. ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒബാമക്ക് പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടാകാതെ തുടർന്നിരുന്നു. അങ്ങനെ തന്നെ തുടരുമോ, അല്ലെങ്കിൽ പലസ്തീൻ ഏതെങ്കിലും രൂപത്തിൽ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. മറ്റൊന്ന്, യൂണിപോളാർ വേൾഡ് ആണെങ്കിൽ പോലും അമേരിക്കയ്ക്ക് കൗണ്ടറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രിക്സ് രാഷ്ട്രങ്ങളാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നീട് ഒരുപാട് രാഷ്ട്രങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രിക്സ്. ആ ബ്രിക്സിൽ ഇന്ത്യ ഒഴികെയുള്ള മറ്റ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പലസ്തീനിയൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഇന്ത്യ ഒരു മീഡിയം ലെവലിൽ രണ്ട് ഭാഗത്തും ചേരാതെ മുമ്പ് പാരമ്പര്യമായി നെഹ്റുവിൻ്റെ ടൈം മുതൽ എടുത്തുകൊണ്ടിരുന്ന പ്രോ പലസ്തീൻ നിലപാട് മാറ്റി ഇസ്രായേലുമായിട്ടും നല്ല ബന്ധം കീപ്പ് ചെയ്ത് പലപ്പോഴും UN റെസൊല്യൂഷനിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. എന്നിരുന്നാൽ പോലും വളരെ പ്രോ പലസ്തീൻ നിലപാടെടുക്കുന്ന രാഷ്ട്രങ്ങളാണ് ബ്രസീൽ, റഷ്യ, ചൈന പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക പോലത്തെ രാഷ്ട്രങ്ങൾ. പലസ്തീൻ 2 ദിവസം മുമ്പ് നമ്മൾ ന്യൂസ് വാർത്തകളിൽ കാണുന്നത്, ന്യൂസ് ചാനലുകളിൽ നമ്മൾ കാണുന്നത് ബ്രിക്സ് മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്ന പലസ്തീനെയാണ്. ബ്രിക്സിൽ പലസ്തീന് മെമ്പർഷിപ്പ് കിട്ടുന്നു എന്നത് ലോകത്ത് ഒരു വലിയ മാറ്റമായിട്ടാണ് നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ അത് ലോകത്തെ ഒരു വലിയ മാറ്റമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഈ രാഷ്ട്രങ്ങളിൽ മിലിറ്ററി പരമായിട്ട് അമേരിക്കയുടെ അടുത്തെത്തില്ലെങ്കിൽ പോലും, കാരണം അമേരിക്കയുടെ മിലിറ്ററി എക്സ്പെൻസ് അല്ലെങ്കിൽ മിലിറ്ററി കാപ്പബിലിറ്റി ലോകത്ത് ശേഷം വരുന്ന മറ്റു 10 രാഷ്ട്രങ്ങളെ കൂട്ടി വെച്ചാൽ പോലും, ഇപ്പം റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ ലീഡിംഗ് പവേഴ്സിൻ്റെ എല്ലാ മിലിറ്ററി കാപ്പബിലിറ്റി കൂട്ടിയാൽ പോലും അമേരിക്കയുടെ മിലിറ്ററി പവറിന് അത്ര എത്തില്ല. എന്നിരുന്നാൽ പോലും എക്കണോമിക്കലി വളരെ പവർഫുൾ ആയിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഈ ബ്രിക്സിലുള്ള രാഷ്ട്രങ്ങൾ. ആ ബ്രിക്സിലുള്ള രാഷ്ട്രങ്ങൾ പലസ്തീൻ അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുകയും വളരെ സ്ട്രോങ് നിലപാടായിട്ട് ഇസ്രായേലിനെതിരെ വേണ്ട ഒരു എക്കണോമിക്കലി ഇസ്രായേലിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാനും ഈ ബ്രിക്സ് രാഷ്ട്രങ്ങൾക്ക് സാധിച്ചാൽ
പലസ്തീൻ ഈ ബ്രിക്സിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചാൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകും.